നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളിരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 67 ഗോപീഗർവ പ്രശമനം. ശ്ലോകം 5. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വത് പ്രവണ വിലേപു. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വത് പ്രവണ വിലേപു. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹാ ചൂത അല്ലയോ തേന്മാവേ, ഹാ ചമ്പക അല്ലയോ ചെമ്പകമേ, കർണികാര അല്ലയോ കൊന്നമരമേ, ഹാ മല്ലികേ അല്ലയോ മുല്ലേ, മാലതി അല്ലയോ പിച്ചിച്ചെടിയേ, ബാലവല്യ അല്ലയോ ഇളം വള്ളികളെ, ന ഞങ്ങളുടെ ഹൃദയൈകചോര ഹൃദയത്തെ കവർന്ന ഒരേ ഒരു കള്ളൻ, വീക്ഷിത കിം കാണപ്പെട്ടുവോ, ഇത്യാദി ഇപ്രകാരം, ത്വത് പ്രവണ അങ്ങയിൽ തത്പരരായ, താ ആ ഗോപസ്ത്രീകൾ, വിലേപു കരഞ്ഞു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ. അവിടെ വിസർഗം ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കിം വീക്ഷിതോ ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വത് സ്ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. താസ്ത്വത് പ്രവണ വിലേപു ലാസ്റ്റിലെ വിസർഗം അങ്ങനെ നിർത്താം. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വത് പ്രവണ വിലേപു. അടുത്തത് 6ാമത്തെ ശ്ലോകം. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത്താപം സഖീനാം ദ്വിഗുണീചകാര. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോ മമേത്യാകുലം ആലപന്തി ത്വാം ഭാവന ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സഖി അല്ലയോ തോഴി, അയം ഈ, പങ്കജാക്ഷ താമരക്കണ്ണൻ, മമ എൻ്റെ, പുര മുമ്പിൽ, നിരീക്ഷിത കാണപ്പെട്ടു, ഇതി എന്നിപ്രകാരം, ഭാവനാ ചക്ഷുഷി ചിന്തയാകുന്ന കണ്ണിൽ, ത്വാം അങ്ങയെ, വീക്ഷ്യ കണ്ടിട്ട്, ആകുലം ദുഃഖത്തോടുകൂടി, ആലപന്തി പറഞ്ഞിട്ട്, കാചിത് ഒരു ഗോപിക, സഖീനാം തോഴികളുടെ, താപം ദുഃഖത്തെ, ദ്വിഗുണീചകാര ഇരട്ടിപ്പിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിരീക്ഷിത അയം അത് ചേർത്തിട്ടാണ് നിരീക്ഷിതോയം. ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സഖി എന്നുള്ളതിൻ്റെ ഖി എന്ന് ഊന്നി പറയാനുള്ളതാണ്. പങ്കജാക്ഷ അവിടെ വിസർഗം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പുരോ മമ ഇതി ആകുലം ആലപന്തി അത് ചേർത്തിട്ടാണ് പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവന ചക്ഷുഷി. ഭാവന എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ചക്ഷുഷി
ചക്ഷു ഊന്നി പറയാനുള്ളതാണ്. വീക്ഷ്യ, ഇവിടെയും ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാജിത് താപം, അത് ചേർത്തിട്ടാണ് കാജിത് താപം. സഖീനാം, ഖീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദ്വിഗുണീ ചകാര, ദ്വി എന്ന് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം, വള്ളി അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ദ്വിഗുണീ ചകാര. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോമമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത്താപം സഖീനാം ദ്വിഗുണീ ചകാര. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.